ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇത്തരം വിമർശനങ്ങൾ ഉൾപ്പെടെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് പുതിയ അന്വേഷണ സംഘവും വരുന്നത്. KV ബൈജുവിലേക്ക് കാസർഗോഡ് ബൈജു ചേരുന്നുണ്ട്. ബൈജു, നമുക്കറിയാം ഈ ഡോക്ടർ റാമിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവവികാസങ്ങൾ, നാടകീയ സംഭവങ്ങൾ, ഇത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിലാണ് അന്വേഷണ സംഘത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത്. അതിനിടെ പുതിയ അന്വേഷണ സംഘം എത്തുന്നു. ഡോക്ടർ റാമിനോട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ള നിർദ്ദേശമുണ്ടല്ലോ. അതായത് കഴിഞ്ഞ ദിവസം കോടതി തന്നെ ഇടപെട്ട് ഇയാൾക്ക് അറസ്റ്റ് തടഞ്ഞൊരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഇനി ചോദ്യം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി. എന്തായിരിക്കും അത്? പുതിയ അന്വേഷണ സംഘം എത്തിയ ശേഷം മാത്രമായിരിക്കും അത്തരം നടപടികൾ ഉണ്ടാവുകയുള്ളൂ? ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള? ടോമെ, നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ, അതായത് ഏപ്രിൽ 10-നാണ് നിതിൻ രാജ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 3-ാം നിലയിൽ നിന്നും ചാടി ഇത്തരത്തിൽ ജീവനൊടുക്കുന്നത്. ആ സമയം മുതൽ ഇന്ന് വരെ ഈ വാർത്ത കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ പറയട്ടെ, ഇതിൽ വലിയ തോതിലുള്ള അട്ടിമറികൾ കേസിൽ തുടക്കം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ലോക്കൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലും അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് ഹൈക്കോടതിയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. അതായത് സാധാരണക്കാർ ഇതെല്ലാം കാണുന്നുണ്ട്, അത് കൃത്യമായി കോടതി പറയുന്നുണ്ട്. അതോടൊപ്പം ഈ കേസ് കൃത്യമായി പോലീസ് അട്ടിമറിച്ചു എന്ന് തന്നെയാണ് ഈ കോടതിയുടെ ഓരോ വാചകങ്ങൾ പരിശോധിച്ചാലും. കാരണം പണത്തിന് മീതെ പരുന്തും പറക്കില്ല, അത്തരത്തിലുള്ള പരാമർശം, ഗുരുതരമായ പരാമർശം ക്രൈംബ്രാഞ്ചിന് മേൽ ഉണ്ടായിട്ടും ഈ സമയം വരെ, അതായത് 101 ദിവസം ഒളിവിൽ പോയ റാമിനെ കുടകിൽ നിന്നും അതിസാഹസികമായി പിടികൂടിയെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത്. അങ്ങനെ പിടികൂടിയ ഒരു പ്രതിയെ ഒരു ദിവസം പോലും ജയിലിലിടാൻ കഴിയാത്ത ക്രൈംബ്രാഞ്ച്, ആ ക്രൈംബ്രാഞ്ച് സംഘത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായിട്ടും ഒരു നടപടിയും ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഒന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇതിൽ സംസ്ഥാന സർക്കാർ മറ്റൊരു കാര്യം വ്യക്തമാക്കിയത് അജിത ബീഗത്തിന്റെ, അതായത് സംസ്ഥാന ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള മേൽനോട്ടത്തിലുള്ള സംഘം ഇപ്പോൾ രൂപീകരിച്ചു. അങ്ങനെയല്ല, ക്രൈംബ്രാഞ്ച് ഏപ്രിൽ 30 മുതൽ ഈ ഒരു സംഘത്തിന്റെ മേൽനോട്ടം അജിത ബീഗത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ട്. ആ അജിത ബീഗത്തിന്റെ കീഴിൽ തന്നെയാണ് ഇപ്പോഴും പുതിയ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പുതിയ സംഘം ഇപ്പോൾ കണ്ണൂരിൽ എത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ നേരത്തെ ഉണ്ടായ ക്രൈംബ്രാഞ്ച് സംഘം എല്ലാവരെയും മാറ്റിയിട്ടുണ്ട്. ആ സംഘത്തിൽ നിന്നും ഫയലുകൾ ഇവർ പഠിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇനിയും ഇതിന്റെ ഫയലുകൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. വലിയ തോതിലുള്ള പ്രതിഷേധമുയർന്നു. കീഴ്ക്കോടതി മുതൽ പരമോന്നത കോടതിയായ സുപ്രീം കോടതി വരെ എത്തിയ ഒരു കേസ്, ആ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചു. എല്ലാ കോടതികളും വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതീവ ഗൗരവത്തോടു കൂടിയാണ് ഹൈക്കോടതി വിഷയത്തെ കാണുന്നത്. ആഭ്യന്തര വകുപ്പും സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പുതിയ അന്വേഷണ സംഘം എത്തുന്നു. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ അട്ടിമറികൾ നടന്നിട്ടുണ്ടെങ്കിൽ പുതിയ അന്വേഷണ സംഘം എത്തുമ്പോൾ അതിനൊക്കെ വലിയ വെല്ലുവിളികളുണ്ട്. കാരണം ഈ അന്വേഷണത്തിൽ തുടക്കത്തിലുണ്ടായ വീഴ്ചകളടക്കം അത് ഇനി മറികടന്നുകൊണ്ട് വേണം പുതിയ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.